PB മിനി അഭിഭാഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഒടുക്കം ശ്രീ മിനി, ഈ കേസിൽ ഡിസംബർ 8-ന് വിധി പറയാൻ പോകുന്നു. ഒരുപാട് നീതിക്കുള്ള പോരാട്ടങ്ങൾ കണ്ട ഒരു കേസ് കൂടിയാണ്. രാഷ്ട്രപതിക്ക് കത്തയക്കേണ്ടി പോലും വന്നിട്ടുണ്ട് അതിജീവിതത്തെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിൽ. അങ്ങനെ ഒടുക്കം ഈ കേസിൽ വിധി വരുമ്പോൾ എന്താണ് മിനി പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു കേസാണല്ലോ. അതായത് ആദ്യത്തെ 2 പ്രോസിക്യൂട്ടർമാര് രാജിവെക്കുന്നു, രണ്ടാമത് വരുന്ന പ്രോസിക്യൂട്ടർ, പിന്നെ അതിജീവിത തന്നെ തെളിവ് നശിപ്പിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട്, അതും കോടതിയിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ലീഗൽ സ്ട്രഗിൾ നമ്മൾ നടത്തേണ്ടി വരുന്നു. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പൊ അതിജീവിതയാണ് എന്ന് വിക്ടിം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അവര് ഒരു തരത്തിലും ഈ വിഷയങ്ങളിൽ ഫോൺ ചെയ്യാതിരിക്കാനും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളൊരു ടീം എന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ 5 വർഷക്കാലം ട്രോമയിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ അവര് ഈ പൊതുസമൂഹത്തിൽ തല ഉയർത്തി നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള അത്രയും സ്നേഹം ഈ കേരളത്തിന്റെ സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യര് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ മാറിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. കാരണം സാധാരണ രീതിയിൽ ഒരു വിക്ടിമിനെ ഇങ്ങനെ നിരന്തരമായി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ അങ്ങനെ എക്സെപ്ഷൻസ് ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് കേസായി, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത്രയും ടെൻഷൻ സ്ത്രീകള് ഈ വിഷയത്തിൽ അനുഭവിച്ചു. സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഈ പെൺകുട്ടികളെയൊക്കെ സ്നേഹിക്കുന്ന നിരവധി പുരുഷന്മാരും ഇങ്ങനെ വിളിച്ച് ടെൻഷൻ അടിക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ടെൻഷനിൽ തന്നെയാണ് ഇപ്പോഴും. ഈ നിമിഷവും ഞാൻ ടെൻഷനിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടിക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ ആ സ്ട്രെയിനൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു നില ഞങ്ങൾ ടീമായിട്ട് തീരുമാനിച്ച് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിജീവിത കടന്നുപോയൊരു ട്രോമ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ്. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒപ്പോണന്റ് എത്ര ശക്തരാണെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് നീതിക്കായുള്ള പോരാട്ടം ഏതറ്റം വരെയും കൊണ്ടുപോകാനാകുമെന്ന് തെളിയിച്ചൊരു കേസ് കൂടിയാണ്. 8 വർഷത്തോളമായി തുടരുന്ന വിചാരണ. ഇതിനിടയിൽ സമാനതയില്ലാത്ത ഒരുപാട് നാടകീയ സംഭവങ്ങൾ കാണുന്നു. ഏറ്റവും ഒടുക്കം വിധി പറയാൻ തീരുമാനിക്കുന്നതിനിടയിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വിചാരണ വൈകിപ്പിക്കുക, ജസ്റ്റിസ് ഡിലേ ചെയ്യിക്കാനുള്ള ശ്രമം പോലും പ്രതിഭാഗത്തിന്റെ ഇടയിൽ നിന്നുണ്ടായി. അപ്പോഴും ശക്തിയാർജിച്ച് അതിജീവിതം മുന്നോട്ട് പോയി. അതിന് നിങ്ങൾ കൊടുത്ത കരുത്ത് വലുതാണ്. അത് നിയമപോരാട്ടം നടത്തുന്ന, നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഓരോ പിന്തുണക്കാർക്കും, യുവതികൾക്കും, പെൺമക്കൾക്കും, സ്ത്രീകൾക്കും അത് പ്രചോദനം കൂടിയാണ്. ടി ബി അല്ല, ഞാൻ ഇതിൽ സ്ത്രീകളെ മാത്രം നിങ്ങൾ പറയല്ലേ, പുരുഷന്മാര് നല്ല രീതിയിൽ ഈ കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ധാരാളം പുരുഷന്മാരുണ്ട് കേട്ടോ. അതും നമ്മൾ പറയണം. സ്ത്രീകൾ മാത്രമല്ല, ഈ നീതി കിട്ടുമോ എന്ന് ചോദിച്ച് ഇന്നലെയും നമ്മളെ വിളിക്കുന്നതിൽ വലിയ വിഭാഗം ആളുകൾ പുരുഷന്മാരുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതൊരു അപൂർവങ്ങളെല്ലാം അപൂർവം എന്ന് പറയുമ്പോൾ ഇത് ഒരു റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിട്ട് ഒരു കാര്യമാണ് അല്ലെ. അത്രയും ക്രൈം അതിലുണ്ട്. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാവുന്ന മുഴുവൻ എവിഡൻസും നമ്മൾ കളക്ട് ചെയ്ത് കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കോടതിയാണ്. അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കോടതിയാണ്. എന്തായാലും വിധി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ് തരുന്നത്. തീർച്ചയായും അഭിഭാഷക ടി ബി മിനിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.